ആന്റണി ഗോർഡൻ ഈ പറയുന്ന പോലെ തന്നെ FC ബാഴ്സലോണയ്ക്ക് ഒരു കറക്റ്റ് പ്ലെയർ ആണോ? പ്രീമിയർ ലീഗിൽ 6 ഗോളുകൾ മാത്രം ഒപ്പം 2 അസിസ്റ്റ് മാത്രം ചെയ്തിട്ടുള്ള ആന്റണി ഗോർഡന് എന്തിന് ഇത്രയും പ്രൈസ് കൊടുത്ത് FC ബാഴ്സലോണ വാങ്ങണം? അത് FC ബാഴ്സലോണയ്ക്ക് ഒരു പണിയാവാനുള്ള എല്ലാ സാധ്യതയും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ഇത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ലോങ് ഫോർമാറ്റ് വീഡിയോസ് വളരെ കുറവാണ് ചെയ്യാറുള്ളത്. ഷോർട്സ് ആണ് പൊതുവെ എപ്പോഴും ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സഹായം, അതായത് സബ്സ്ക്രൈബ് ചെയ്താലാണ് നമുക്കും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ കാര്യപരിപാടിയിലേക്ക് കിടക്കുകയാണ്. സോ വെൽക്കം ടു AT പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ്. ആൻഡ് ഗൈസ്, യെസ്, എനിക്കറിയാം ഈ പറയുന്ന പോലെ തന്നെ വേൾഡ് കപ്പിന് തുടങ്ങുന്നതിന് മുമ്പായിട്ടും കുറച്ച് റൂമേഴ്സ് നമുക്ക് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ നെക്സ്റ്റ് സീസണിലേക്ക്, ക്ലബിൻ്റെ നെക്സ്റ്റ് സീസണിലേക്കുള്ള ഒരുപാട് സൈനിങ്ങുകളൊക്കെ കേൾക്കേണ്ടി വരും. അതിൽ ആദ്യ ഗംഭീര സ്റ്റെപ്പ് തന്നെയാണ് എന്തായാലും FC ബാഴ്സലോണ എടുത്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ആൻഡ് ഇത് ഏകദേശം നമുക്കൊരു 80-85% ഉറപ്പിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഈ സീസണിൻ്റെ അവസാന സമയമായപ്പോഴേക്കും ഞാൻ നമ്മുടെ എക്സ്കാസ്റ്റിൻ്റെ പോഡ്കാസ്റ്റിൽ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഞാൻ വിചാരിക്കുന്നത് ആന്റണി ഗോർഡനെ പോലത്തെ ഒരു താരത്തെ കൊണ്ടുവരും എന്നുള്ളതാണ്. അത് എത്രമാത്രം ഹാൻസി ഫ്ലിക്കിനും തോന്നും എന്നുള്ളൊരു കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ഹാൻസി ഫ്ലിക്ക് പറയാതെ ഈ പറയുന്ന പോലെ തന്നെ ആന്റണി ഗോർഡനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ക്ലബ്ബ് ഒരു ഡിസിഷൻ എടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് പുള്ളിക്കാരൻ്റെ മെഡിക്കലും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവും. സോ ഇന്നത്തോടെ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ കൺഫർമേഷൻ വരും. അപ്പോൾ അതിനകത്ത് എത്ര രൂപയ്ക്കാണ്, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് അറിയാനും പറ്റും. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമായിരിക്കും, പ്രീമിയർ ലീഗിൽ വെറും 6 ഗോളുകൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ, 2 അസിസ്റ്റുകളെ ചെയ്തിട്ടുള്ളൂ. ഈ പറയുന്നൊരു താരത്തെ എന്തിന് ന്യൂ കാസൽ യുണൈറ്റഡ് പോലത്തെ ഒരു ക്ലബിൽ നിന്നും ഇത്രയധികം പൈസയ്ക്ക് എവിടേക്ക് കൊണ്ടുവരണം? FC ബാഴ്സലോണയ്ക്ക് കൊണ്ടുവരണം. എസ്പെഷ്യലി പുള്ളിക്കാരൻ ഒരു പ്യുവർ സ്ട്രൈക്കർ അല്ല. ആൻഡ് ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ഇപ്പോൾ നിലവിൽ ഏറ്റവും വലിയ വിടവ് എന്ന് പറയുന്നത് ലെവൻഡോസ്കി, നമ്പർ 9, ജേഴ്സി നമ്പർ 9, പുള്ളി പോകുന്നതിലേക്ക് ഒരു ഗോൾ മെഷീൻ അല്ലെങ്കിൽ ഗോളിന് കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് വേണ്ടത്. ആ സമയത്ത് ആന്റണി അതിന് പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. പക്ഷെ നിങ്ങൾ ആരും ഓർക്കാത്ത, അല്ലെങ്കിൽ FC ബാഴ്സലോണ ഇടയ്ക്ക് വെച്ച് മറന്നു പോകുന്നു എന്ന് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, പുള്ളിക്കാരനെ എല്ലാ പൊസിഷനിലേക്കും കളിപ്പിക്കാം. പുള്ളിക്കാരനെ ഒരു സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കാം, വിങ്ങറായിട്ടും കളിപ്പിക്കാം. അവിടെയാണ് ആന്റണി ഗോർഡൻ എന്ന് പറയുന്ന ഈ താരത്തെ കുറച്ചും കൂടെ ബാഴ്സലോണ വാങ്ങിക്കാനുണ്ടായ ഒരു ചേതോ വികാരം എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സീസണിൽ ഏറ്റവും അധികം, അതായത് കഴിഞ്ഞ സീസണിൽ 2025-26 സീസണിൽ ലാലിഗയിലും ആയിക്കോട്ടെ ചാമ്പ്യൻസ് ലീഗിലും ആയിക്കോട്ടെ, ഏറ്റവും അധികം ഫേസ് ചെയ്തൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് റഫീനിയ, ലമീൻ യമാൽ. ഈ 2 താരങ്ങൾക്കും എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ ഒരു വഴിയും ഇല്ലടേ. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ റാഷ്ഫോർഡ് അതിനനുസരിച്ച് ചില സമയങ്ങളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും റാഷ്ഫോർഡിനെ എപ്പോഴും നമുക്കൊരു എന്താ പറയുക, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് പ്ലെയർ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിങ്ങൾ എന്നോട് വിയോജിക്കാം, പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ്, ഒരു ഈ പറയുന്ന പോലെ തന്നെ ഇവർ പോയാൽ ആ വിടവിലേക്ക് എന്നുള്ളത് പോലെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആന്റണി ഗോർഡൻ ഈ പറയുന്നത് പോലെ തന്നെ റാഷ്ഫോർഡിനെക്കാളും പെർഫോമൻസിൽ മുന്നിലല്ലേ എന്നുള്ളൊരു കാര്യമുണ്ട്. ഞാൻ അവിടെയാണ് പറഞ്ഞത്, ഈ 2 വിങ്ങേഴ്സിന് പകരം കൊണ്ടുവരുമ്പോൾ അതിപ്പോൾ ഫെറാൻ ടോറസ് ആയിക്കോട്ടെ, ഇനി ഏതെങ്കിലും ഒരു സ്ട്രൈക്കറിനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിലും ആന്റണി ഗോർഡൻ എന്ന് പറയുന്ന താരത്തിന് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അവിടെയാണ് ഈ പറയുന്ന പോലെ തന്നെ 6 ഗോളുകളിലും 2 അസിസ്റ്റുകളിലും മാത്രം നിങ്ങൾ നിൽക്കാതെ പുള്ളിക്കാരനെ മറ്റ് സ്റ്റാറ്റ്സും കൂടെ എടുത്ത് നോക്കണം എന്നെനിക്ക് പറയാനായിട്ടുള്ളത്. കാര്യം പുള്ളിയുടെ പാസ് അക്യുറൻസി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 80-ലധികമാണ്. അത് തന്നെ ബാഴ്സലോണയ്ക്ക് ഫസ്റ്റ് ടിക്കാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ബോൾ കയ്യിൽ വെച്ച് കൃത്യമായി ബോക്സിൻ്റെ അവിടെ എത്തി പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു താരത്തെയാണ്, അല്ലാതെ ഗോൾ അടിച്ച് തീർക്കുക എന്നുള്ളത് മാത്രമല്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആൻസി ഫ്ലിക്കിൻ്റെ മനസ്സിലേക്ക് വരാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതാണ്. അതിൽ മറ്റൊരു വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റും കൂടെ ഉണ്ട്. ആന്റണി ഗോർഡൻ്റെ മാച്ചുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു പ്രസ്സിംഗ് ഉണ്ട്. പുള്ളി കിഡിലനായിട്ട് പ്രസ് ചെയ്യും, നല്ല പ്രഷർ കൊടുക്കും. അത് ഗോൾ കീപ്പേഴ്സിനായിക്കോട്ടെ, ഡിഫൻസിലേക്ക് ആയിക്കോട്ടെ. ആൻഡ് ഇടയിൽ മിസ് പാസുകൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓട്ടിപ്പാഞ്ഞ് ആ ബോൾ എടുക്കാനുള്ള എബിലിറ്റി ആന്റണി ഗോർഡന് നിലവിലെ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം എന്ത് വരുന്നത്, ഈ പറയുന്നത് പോലെ തന്നെ FC ബാഴ്സലോണ ആന്റണി ഗോർഡനിലേക്ക് എത്തിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ കീ പ്ലേ ഏരിയാസിലുള്ള പാസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21 പുള്ളി ചെയ്തിട്ടുണ്ട്. അതിൽ ഈ അറ്റാക്കിംഗ് തേർഡിലേക്കുള്ള പാസുകൾ 15 ഉണ്ട്, 11 പെനാൽറ്റി ഏരിയയിലുള്ള പാസുകളുണ്ട്. ആൻഡ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
പാസിംഗ് അക്യുറസി ആണെന്നുണ്ടെങ്കിലും കൂടെ തന്നെയാണ്. ഈ എക്സ്പെക്റ്റഡ് ഗോൾ റേഷ്യോ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഈ അസിസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ അതിലാണ്, അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ആ കാര്യത്തിലും ആൻ്റണി ഗോർഡൻ ആസ് എ വിങ്ങർ ഈസ് എ പെർഫെക്റ്റ് പ്ലെയർ ഫോർ FC ബാഴ്സലോണ എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. പക്ഷെ അപ്പോഴും നമുക്ക് ചോദിക്കാവുന്ന മറ്റൊരു കാര്യമാണ്, ഇത്രയും പൈസ നമ്മൾ ആൻ്റണി ഗോർഡനിലേക്ക് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫൻസിലേക്ക് നമുക്കൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരം വേണം. ശരിയാണ്. അതുപോലെ തന്നെ ഒരു പ്രോപ്പർ നമ്പർ 9 വേണ്ടതല്ലേ എന്നൊരു ചോദ്യവും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇനി ക്ലബ്ബ് അടുത്ത സൈനിങ്ങുകൾ എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളതിലൂടെയാണ് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നല്ല സൈനിങ് തന്നെയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് താഴെ കമൻറ്റ് കറോ. ആൻഡ് ഇനി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന FC ബാഴ്സലോണയുടെ മറ്റ് സൈനിങ്ങുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഏതാണെന്നുള്ളതും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ മറക്കരുത്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സുലാൻ.